ഇന്ന് നമുക്ക് ടോപ്പിക് എടുക്കാൻ വന്നത് ശബാന മാമാണ്. സെൽഫ് ലവ് ആണ് ടോപ്പിക്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടതായ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് മാം ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ മാമിനെ ഞാൻ ഇന്നത്തെ സെഷന് വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ശബാന മാം. താങ്ക് യു. നമുക്ക് ഇന്ന് ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പം ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ നമ്മുടെ പ്രീ ഫീൽ ടോക്ക് ഇങ്ങനെ ഓരോ ആഴ്ചകളിലായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നു പോവുകയാണ് അല്ലെ. ഇപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷമായിട്ട് ഈ ഒരു ഈവനിങ് ഉപയോഗിക്കാനും ഒരാഴ്ചത്തേക്കുള്ള പല കാര്യങ്ങളും ലഭിക്കാനും ലൈഫിലേക്ക് മൊത്തത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കാനും ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫ്രീ ഫീൽ ടോക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് പറയാൻ പോകുന്നത് സെൽഫ് ലവ് ആണ് അല്ലെ. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ക്യാമറ വരുന്ന കാര്യം, ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്തോളിട്ടോ. നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം കേട്ടോ. ഹലോ. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയോ. പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് വരും എന്താണ്, നമ്മുടെ അപ്പിയറൻസ് ക്ലിയർ ചെയ്യുക അല്ലെ. നമ്മുടെ കാര്യങ്ങളിലൊക്കെ ആ നമ്മളെ സ്നേഹിക്കുക, നമ്മളെ അങ്ങനത്തെ നമ്മളെ എങ്ങനെ സ്നേഹിക്കാം, എങ്ങനെ സ്നേഹിക്കാം എന്നുള്ളത് നമ്മൾ കൂടുതൽ സെൽഫ് ലവ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ എന്താ ചിന്തിക്കുക, നമ്മൾ അപ്പിയറൻസ് എങ്ങനെ ക്ലിയർ ചെയ്യാം, അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ആ ഒരു രൂപം പ്രസന്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അതുപോലെ നമ്മൾ സെൽഫ് കെയറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആണല്ലേ കൂടുതലും നമ്മൾ പറയാറും കേൾക്കാറും ഒക്കെ. ഇപ്പൊ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാല് അതൊരു പാർട്ട് മാത്രമാണ്. നമ്മൾ സെൽഫ് ലവിന്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ ഈ ബോഡി കെയർ കാര്യങ്ങളൊക്കെ, സെൽഫ് കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് സെൽഫ് ലവില് വരുന്നത് ഒരു പാർട്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന സമയത്തും ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യാറുണ്ടോ? ചാറ്റ് ബോക്സ് ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ റേഡിയോ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് അത്ര നല്ലതെന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മള് എല്ലാവരും ഉള്ള സമയത്തും നമുക്ക് നമ്മുടെ തോന്നാറുണ്ട് അല്ലെ. അങ്ങനെ തോന്നാറുണ്ട് നമുക്ക് അല്ലെ. അതുപോലെ നമ്മള് വെറുതെ വിഷമിക്കുന്നതായിട്ട് തോന്നാറുണ്ടോ, വെറുതെ ഒരു കാരണവും ഇല്ലാതെ. അങ്ങനെയൊക്കെ തോന്നുന്നത് നമ്മൾ നമ്മളിൽ കംഫേർട്ട് അല്ലാത്തതുകൊണ്ട് കേട്ടോ. നമ്മൾ നമ്മളിൽ തന്നെ കംഫേർട്ട് അല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷവാന്മാരായിരിക്കുകയും നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഒരു എവിടെയോ ഒരു സ്പേസ് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ കംഫേർട്ട് അല്ല. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിയില്ല. നമ്മൾ നമ്മളെ തന്നെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ കമ്പനി ആസ്വദിക്കാൻ പറ്റുന്നില്ല അല്ലെ. നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ, നമ്മളോട് ചിരിക്കുമ്പോൾ, നമ്മൾ അവരെ കെട്ടിപ്പിടിക്കുമ്പോൾ അങ്ങനെ നമുക്ക് സന്തോഷമാണ്. നമ്മൾ അതിലിങ്ങനെ ലയിച്ചിരിക്കുകയാണ്. പക്ഷെ അതേ സമയം നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴേക്ക് നമുക്കൊരു ഒരു എവിടോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യാണ്. അത് നമ്മൾ ശരിക്കും നമ്മളോട് ഇതുവരെ കംഫേർട്ട് ആയിട്ടോ നമ്മളുമായിട്ടുള്ള ആ ഒരു ബന്ധം ക്ലിയർ ആയിട്ടോ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ എങ്ങനെയാ നമുക്ക് നമ്മളോടായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും, അതേപോലെ സെൽഫ് ലവ് എന്താണ്, ഏത് രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോ നമുക്ക് നോക്കാം അല്ലെ. അപ്പോ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാല് നമ്മള് അൺകണ്ടീഷണൽ ആയിട്ട് നമ്മളെ ലവ് ചെയ്യും. അതുപോലെ നമ്മളെ ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും ഒക്കെ നമ്മുടെ ലെവല് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ തന്നെ കൊണ്ടുവരിക, നമ്മളിലുള്ള കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരിക, നമ്മളിലുള്ള കഴിവിനെ നമ്മൾ തന്നെ തിരിച്ചറിയുക, അതിനെ മോഡിഫൈ ചെയ്യുക. എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്, നമ്മുടെ സെൽഫ് ലവില് വരുന്നുണ്ട്. അപ്പൊ ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സെൽഫിഷ് ആണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ സെൽഫിഷ് ആണോ?
ചില സമയങ്ങളിൽ ആ ഒരു വേർഡ് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും സെൽഫിഷ് ആണെന്ന്, പലർക്കും തോന്നാം. പക്ഷെ അങ്ങനെയല്ല, ഒരിക്കലും നമ്മൾ സെൽഫിഷ് അല്ല. നമ്മള് നമ്മളെ അംഗീകരിക്കുക, നമ്മളെ അറിയുക, നമ്മളിലെ കഴിവ് വളർത്തുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് മറ്റുള്ളവരെ അറിയാതിരിക്കാനോ മറ്റുള്ളവരെ തളർത്താനോ താഴ്ത്താനോ ഒന്നുള്ള കാര്യമല്ല. നമ്മൾ നമ്മളിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആളുകളെ പരിഗണിക്കാനും കൂടുതൽ ആളുകളെ ചേർത്ത് നിൽക്കാനും ഒക്കെ സാധിക്കും അല്ലെ. നമ്മളിൽ ഒരു ക്യാഷോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കും. നമ്മുടെ കഴിവ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാവുകയാണ് അല്ലെ, നമ്മളെ കഴിവ് കൂടുമ്പോൾ. അല്ലാതെ നമ്മളെ അറിയാതെ അല്ലെ നമ്മൾ താന്ന് വീണ് കിടക്കുന്ന സമയത്ത് നമുക്ക് വേറെ ആളെ പൊന്തിച്ച് കൊണ്ടുവരാൻ സാധിക്കൂല. അപ്പൊ നമ്മൾ തന്നെ ആദ്യം എന്ത് ചെയ്യണം, ഡെവലപ്പായി നമ്മളിലെ കഴിവിനെ തിരിച്ചറിയുന്ന സമയത്താണ് നമുക്ക് മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മുടെ സെൽഫ് ലവ് ഉയർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് എന്തൊക്കെയാണെന്ന് നോക്കിയാല് നമുക്ക് പില്ലേഴ്സ് ഓഫ് സെൽഫ് ലവ് നോക്കാം കേട്ടോ. നമ്മുടെ സെൽഫ് ലവിനുള്ള കുറച്ച് പില്ലേഴ്സ് ഉണ്ട്, കുറച്ച് തൂണുകളുണ്ട്. നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതിലൂടെ ആ തൂണിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും സെൽഫ് ലവില് കറക്റ്റ് ആവുന്നത്. സെൽഫ് അവയർനെസ് ആണ് ആദ്യത്തേത് കേട്ടോ. സെൽഫ് അവയർനെസ്, നമ്മൾ നമ്മളിൽ തന്നെ അവെയർ ആവുക. അതായത് നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, അതൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന സമയത്തല്ലേ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കൂ. ചില സമയത്തൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവര് അത് ഓക്കെ അല്ല അല്ലെങ്കിൽ അതില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? അവർക്ക് തന്നെ അറിയില്ല അവരെവിടെയാണ് വീക്ക് ആയിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്, നമുക്ക് അതിൽ നിന്നും ഉയരാൻ കഴിയുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കുക എന്ന് പറയുമ്പോൾ വീക്ക്നെസ്സുകളെ അറിയാം, അതേപോലെ സ്ട്രെങ്ത്തും അറിയണം. എപ്പോഴും വീക്ക്നെസ്സിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് നിന്നാല് നമുക്ക് ഒരിക്കലും ഉയരാൻ സാധിക്കില്ല. നമുക്ക് സംസാരിക്കാത്ത ആളുകൾ മ്യൂട്ട് ചെയ്യണേ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കുറിച്ച് അറിയണം, നമ്മുടെ സ്ട്രെങ്ത് അറിയണം. ആ സ്ട്രെങ്ത് അറിയുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങി കൂടുതലായിട്ട് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടേതായ രീതിയിൽ തന്നെ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുള്ളൂ അല്ലെ. അതുപോലെ നമ്മള് നമ്മളെ ഇമോഷൻസിനെ അറിയണം. നമ്മൾ ഒരുപാട് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിലും ഈ സമയത്ത് ഇന്നൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എങ്ങനെ പെരുമാറും എന്നുള്ളതും കൂടി നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ എന്താണ് സ്ട്രെങ്ത്, അതേപോലെ നമ്മുടെ ഇമോഷൻസ്, അതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും എന്താണ് അവെയർ ആയിരിക്കുക. നമ്മൾ അറിയുക, നമ്മൾ തന്നെ അറിയാം. അത് ഇനി നെക്സ്റ്റ് പില്ലർ ആയിട്ട് വരുന്നത് സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. നമുക്ക് വീക്ക്നെസ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ അവെയർ ആവുന്നതോടുകൂടി നമ്മൾ അത് അക്സെപ്റ്റും ചെയ്യണം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ എന്താ പറയാ, ഒരുപാട് വീക്ക്നെസ് കാണുന്ന സമയത്ത് തളർന്നിരിക്കാനോ അതേപോലെ സ്ട്രെങ്ത് ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ ഓക്കെ ആണ്, മൊത്തത്തിൽ ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാനോ, ഇമോഷൻസിന്റെ കാര്യത്തിൽ ബാലൻസ്ഡ് അല്ല എന്ന് മനസ്സിലാകുമ്പോൾ തളർന്നു പോവാനോ ഒന്നും നിൽക്കാതെ നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാം. നമ്മുടെ സ്ട്രെങ്ത്തിനെ അറിയാം, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ വീക്ക്നെസ്സിനെ അറിയാം, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, അതിനെ അക്സെപ്റ്റ് ചെയ്യാം. ഇമോഷണലി ഒക്കെ നമ്മൾ എപ്പോഴും ഉയരുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാം. നമ്മൾ ശരിക്കും എപ്പോഴും എന്താണ് യുണീക്ക് ആണ് അല്ലെ. നമ്മൾ എപ്പോഴും ഒരാളെ പോലെ തന്നെ ആയിരിക്കില്ല, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കുക. അതുപോലെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവാം, മറ്റുള്ളവരിലേക്ക് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവാം. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണോ? അല്ലല്ലോ, നമുക്ക് പല പരിമിതികളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അംഗീകരിച്ചിട്ട് നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങുക. നമ്മൾ തന്നെ നമ്മളായിട്ട് അംഗീകരിക്കുക. നമുക്ക് ഒരുപാട് മറ്റുള്ളവരിൽ കാണുമ്പോൾ അതൊക്കെ എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും എത്രയോ നല്ല കാര്യമാണ് നമ്മളിലുള്ളതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത്.
നമുക്ക് നമ്മളെ തന്നെ അംഗീകരിക്കുന്ന സമയത്താണ് ഈ ഒരു രീതിയിൽ സെൽഫ് ലവ്. ഇനി നമ്മൾ സെൽഫ് കെയർ ആണ് പറയാൻ പോകുന്നത്. അടുത്ത പില്ലർ ആയിട്ട് വരുന്നത് സെൽഫ് കെയർ ആണ് കേട്ടോ. സെൽഫ് കെയർ എന്ന് പറയുമ്പോ നമുക്ക് സംസാരിക്കാം. അപ്പോ നമ്മള് സെൽഫ് കെയർ ഉണ്ടാവുക എന്ന് പറയുമ്പോ നമ്മള് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കാം. നമ്മളെ കൈകള്, കാലുകള്, നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങള്, നമ്മുടെ ഫേസ് അപ്പിയറൻസ്, അങ്ങനത്തെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്നതും നമ്മൾ നമ്മളെ മുമ്പിൽ തന്നെ നമ്മളെ പ്രസന്റ് ചെയ്യുന്നതും ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. നമുക്ക് വീട്ടിലൊക്കെ ഒറ്റയ്ക്കായാല് നമുക്ക് പിന്നെ എന്താ പറയാ, ഒരു എന്തോ ഒരു രൂപത്തിലൊക്കെ അല്ലെ നമ്മൾ നടക്കുക, നമ്മൾ നമ്മളെ ക്ലിയർ ആക്കാൻ ശ്രമിക്കാറില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മളെ മുന്നിലും കൂടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമുക്കുള്ള ആ ഒരു ഭംഗിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ സെൽഫ് കെയർ റുട്ടീൻസ് ഒക്കെ ഉണ്ടാവണം. നമുക്ക് ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യണം, ആഴ്ചയിൽ കുറച്ച് സമയമെങ്കിലും എനിക്ക് വേണ്ടി, എന്റെ കെയറിന് വേണ്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പലരോടും പറയൂല അല്ലെ. പ്രത്യേകിച്ച് നമ്മളെ ഹസ്ബൻഡ് ഒക്കെ ചോദിച്ചാല് വേണ്ടിയ കാര്യം തന്നെ എനിക്ക് വേണോ വെച്ചാല് വേഗം ഇല്ല അറിയും. അതൊരു എന്താ പറയാ, കുറച്ചൊക്കെ നമ്മൾ അറിയട്ടെ എന്നുള്ളൊരിതാ. മറ്റേത് നമുക്ക് തന്നെ പേടിയാ, ഇതിപ്പോ പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് പറയാം. അംഗീകരിക്കലും അംഗീകരിക്കാതിരിക്കലും അപ് ടു ഇതാണ്, അവരെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യം. പക്ഷെ പറയാതിരിക്കുന്നത് എന്തിനാ? നമുക്ക് പറയാലോ, നമുക്ക് ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണ്, അതെനിക്ക് വേണം വേണ്ട ഒക്കെ പറയാം. അവർക്ക് പിന്നെ നമ്മളെ ഇങ്ങനെ തുറന്നു നോക്കി വായിക്കാനൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ തന്നെ പറയാം. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. ഉം ആദ്യം നമുക്ക് നമ്മൾ അറിയണ്ടേ, നമ്മൾ മനസ്സിലാക്കുക നമ്മളെ കാര്യം. ചില സമയത്തൊക്കെ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് കേട്ടോ, നമ്മളെ മുന്നിലേക്ക് വന്നിട്ട് നമ്മളെ ഹസ്ബൻഡോ ആരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ ഇഷ്ടങ്ങള്, അതൊക്കെ ചെയ്തു തന്നാൽ നീ കംഫർട്ട് ആവുമല്ലോ. അങ്ങനെ പറയുമ്പോ ഇഷ്ടങ്ങൾ പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഒരാള് നമ്മളോട് ചോദിച്ചാ പറയാൻ പോലും നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ശരിക്കും പരാജയല്ലേ. ആ പരാജയത്തിൽ നിന്നാ നേരത്തെ പറഞ്ഞ ലോൺലിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങുക. നമുക്കറിയില്ല നമ്മൾ എന്താണെന്ന് ആ ഒരു സമയത്ത്. അപ്പൊ നമ്മൾ അറിയാൻ ശ്രമിക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുക. നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാം. അതൊന്നും ഒരിക്കലും മറ്റുള്ളവരെ തളർത്താനോ മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യാനോ ഒന്നല്ല. നമ്മൾ വളരുമ്പോൾ നമുക്ക് അവരെയും വളർത്താൻ സാധിക്കും. അടുത്ത പില്ലറായിട്ട് വരുന്നത് സെറ്റിംഗ് ബൗണ്ടറീസ് ആണ് കേട്ടോ. നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇന്നിൽ ജീവിക്കുക, നൗ ആയിരിക്കുക എന്നൊക്കെ പറയല്. പക്ഷെ ഈ നൗ ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് എല്ലാം മറന്ന് ജീവിക്കുക എന്നുള്ളതല്ല. കഴിഞ്ഞതെല്ലാം മറന്ന് ജീവിക്കുക, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പോ നമുക്കൊരു സ്ഥലത്ത് നിന്നും ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കാരണം കൊണ്ടാണ് അത് തിരുത്തി മാറ്റാൻ പറ്റുന്നതാണെ ഓക്കെ, നമുക്ക് തിരുത്താൻ മാറ്റാം. നമുക്ക് അവിടെ അക്സെപ്റ്റൻസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പോകാം. പക്ഷെ ഒരു അക്സെപ്റ്റൻസിന്റെ ആവശ്യവും ഇല്ല, പിന്നെ അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ തളർത്താൻ ശ്രമിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയാണ്. ആ പ്രശ്നത്തിലേക്ക് പോകുന്നതോടെ, അവിടേക്ക് പോകുന്നതോടെ പ്രശ്നം മാത്രമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയാണ്. അത്തരം അവസ്ഥകളില് അത്തരം ആളുകളോട് നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. എനിക്ക് ഇത്ര ഓക്കെ. അത് ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് മൊത്തത്തിൽ അവരോട് ഇത്ര ഈ സ്ഥലത്തേക്ക് വന്നാൽ മതി പറഞ്ഞിട്ട് അവരെ പിടിച്ചു വെക്കാന്നോ അല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് വരണ്ട എന്നുള്ള രീതിയിൽ പറയുന്നതല്ല കേട്ടോ. നമ്മുടെ മനസ്സിൽ അവരുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. ആ മനസ്സിൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതോടെ നമ്മൾ ഓക്കെയാണ്, നമുക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് അവരുടെ ബിഹേവിയർ എങ്ങനെ കൊണ്ടുപോകാനും അവരുടെ ഇതിനെ വിട്ടുകൊടുക്കുക. പക്ഷെ നമ്മളിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് അത് എടുക്കാതിരിക്കാനും നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലേക്ക് കൂടുതൽ പോകാതിരിക്കാനും ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളല്ലാണ്ട് വേറെ ആരും ഉണ്ടാവും? ചില ഒരു പ്രശ്നമുണ്ട്, നമ്മളെപ്പോലെ പെണ്ണുങ്ങൾ ആയിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ വരുന്ന ഒരു പ്രശ്നമാണ്.
നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? നമ്മൾ കൂടുതൽ അതിങ്ങനെ ഏറ്റുവാങ്ങാൻ ഞാൻ സഹിക്കേണ്ടവളാണ്, അബലയാണ്, ഇബലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് തബല ആവാൻ നിൽക്കും. ആര് വന്ന് തട്ടിയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് അവിടെ നിന്ന് കൊടുക്കും. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അവിടെ അപ്പം നിർത്തിക്കോളും. അല്ലെ? പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് കല്ല് കണ്ടെടുത്ത് കൈക്കോട്ട് വെക്കണം എന്നൊക്കെ പറയാറ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പറ്റൂല എന്ന് മനസ്സിലായ നമ്മൾ അവരെ ഇങ്ങനെ അടിച്ചമർത്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിർത്തണം. അവിടെ നിർത്താൻ നമുക്ക് സാധിക്കണം. മനസ്സുകൊണ്ടെങ്കിലും ഒരു അകൽച്ച നമ്മൾ വെക്കണം. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് പില്ലർ ആയിട്ട് വരുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണ് കേട്ടോ. പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ നല്ല സംസാരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോൺലിനെസ് ഫീൽ ചെയ്യും. ഈ ലോൺലിനെസ് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ആ സമയത്ത് നമ്മളോട് പറയുന്നത് നീ ഒറ്റയ്ക്കാണ്, ഈ പേടിയുള്ള കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുകയും ചെയ്യാം. നമ്മളെപ്പോഴും പറയില്ലേ നമ്മളോട് സംസാരിക്കാൻ ആർക്കും സമയമില്ല, ആരും നമ്മളെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ അല്ലേ? പക്ഷെ നമ്മൾ പോലും സംസാരിക്കാത്ത നമ്മളോട് വേറെ ആര് സംസാരിക്കാന്? നമുക്ക് തന്നെ സമയമല്ല, നമുക്ക് തന്നെ ഇഷ്ടവും സംസാരിക്കാൻ. പിന്നെ വേറെ ആരോ വരുമോ? ഇല്ല. അപ്പൊ നമ്മൾ നമ്മളെ തിരിച്ചറിയാം, നമ്മൾ നമ്മളോട് സംസാരിക്കുക, നമ്മളോട് നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുക, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക. നിന്നെ കൊണ്ട് അതിന് സാധിക്കും, നീ ഓക്കെ ആണ്, നിന്റെ അടുത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നിനക്ക് ഉയരാൻ സാധിക്കും, നിനക്ക് ഇന്ന ഇന്ന സാധ്യതകൾ നിന്റെ ജീവിതത്തിലുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ സ്നേഹത്തോടു കൂടി പറയാനും പറഞ്ഞ് മനസ്സിലാക്കാനും ഏത് സമയവും നമ്മൾക്ക് നമ്മളുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കുക ഈ സെൽഫ് ടോക്കിലൂടെയാണ് കേട്ടോ. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഇത്തരം കാര്യങ്ങളിലൂടെ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു പില്ലർ ആയിട്ട് വരുന്നത് ഫോർഗീവ്നെസ് ആൻഡ് ലെറ്റിംഗ് ഗോ. ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മള് മറ്റുള്ളവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുമ്പോൾ അവര് ചെയ്ത കാര്യങ്ങളെ നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ടും മറന്നു കളയുകയല്ല കേട്ടോ. അതുപോലെ അവരെയും നമ്മളെയും നമ്മൾ ഫ്രീ ആക്കുകയാണ്. ആ ഒരു കാര്യത്തിലൂടെ നമ്മൾ അവരെയും ഫ്രീ ആക്കുകയാണ്, നമ്മളെയും ഫ്രീ ആക്കുക. ഫോർഗീവ്നെസിന്റെ കൂടെ ഞാൻ പറഞ്ഞത് ലെറ്റിംഗ് ഗോ ആണ്. അവരെ പോകാൻ അനുവദിക്കുക, നമ്മളിൽ നിന്നും അകലാൻ അനുവദിക്കുക. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ, നമ്മളിലേക്ക് അത് ബാധിക്കേണ്ട. ബാധിച്ചു കഴിഞ്ഞാലോ അവർക്ക് ഫോർഗീവ് ചെയ്യാം. നമ്മൾ മനസ്സറിഞ്ഞ് ഫോർഗീവ് ചെയ്യും. ഫോർഗീവ് ചെയ്യുന്ന പല രീതികളുണ്ട്. നമ്മൾ അവരെ അറിഞ്ഞ് മനസ്സറിഞ്ഞ് നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അവരെന്ത് ചെയ്താലും അവരിൽ നിന്നും ഒരു നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് തെറ്റ് സംഭവിച്ചു പോകാറില്ലേ? അത്രേ ഉള്ളൂ. അത് തിരിച്ചും സംഭവിച്ചു പോകുന്നു. അത് മനസ്സിലാക്കി നമ്മൾ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല നമ്മുടെ മനസ്സിൽ നിന്ന് അതിനെ ഒരു സ്ഥാനം കുറച്ച് കാണുക. അതിനാണ് ലെറ്റിംഗ് ഗോ. നമ്മൾ അതിനെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ടതില്ല. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു, നമുക്ക് ഓവർ തിങ്കിങ് ഒക്കെ വരുന്നത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് എന്നെ ആലോചിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ forgive ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിൽ നിന്ന് അത് പോക്കിയിട്ട് നമ്മള് ഒഴിവാക്കി കളയും. നമ്മള് പിന്നെ ഈ പറയുമ്പോ നമ്മൾ സ്ട്രെസ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് അത് എന്നെ പിന്നെ എനിക്ക് പോക്കണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പോവില്ല. നമ്മുടെ മനസ്സിനെ കാമായിട്ട് ഇരുന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആ കാര്യം മനസ്സിലാക്കി നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തി ഈ സെൽഫ് ടോക്ക് ഒക്കെ ഈ ഒരു ഫോർഗീവ്നെസ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക, ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്, നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ഇതൊക്കെ ഓക്കെയാണ്. അപ്പൊ ജീവിതമാകുമ്പോ ജസ്റ്റ് നേരെ ആയ ഒരു വരയല്ല. നമ്മുടെ ഗ്രാഫ് കണ്ടിട്ടില്ലേ? നമ്മുടെ ഹാർട്ട് ഹാർട്ട് ബീറ്റ്സ് കാണിക്കുക എങ്ങനെയാണ്? ഇങ്ങനെ 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 താകും പൊന്തി അങ്ങനെ. അപ്പൊ എന്താണ്? താഴ്ചകളും ഉണ്ടാവാം, ഉയർച്ചകളും ഉണ്ടാവാം. അതിനെ അംഗീകരിക്കുക. ആ താഴ്ചകളിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ 6 പില്ലേഴ്സ് പറഞ്ഞു അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചോ ഏതൊക്കെയാണ് 6 പില്ലേഴ്സ് എന്നുള്ളത്? സെൽഫ് അവയർനെസ്, സെൽഫ് ആക്സെപ്റ്റൻസ്, സെൽഫ് കെയർ,
സെറ്റിംഗ് ബൗണ്ടറീസ്, പോസിറ്റീവ് സെൽഫ് ടോക്ക്, ഫോർഗീവ്നെസ് ആൻഡ് ലെറ്റിംഗ് ഗോ. അല്ലെ? 6 പില്ലറുകൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ നമ്മളെ തന്നെ അറിയാനും നമ്മളെ ആ ഒരു ബോണ്ട്, നമ്മളുമായിട്ടുള്ള ആ ഒരു ബോണ്ട് ഉണ്ട്, അത് ക്ലിയർ ആക്കാനും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പ്രാക്ടീസ്, ഇതിലൊക്കെ പ്രാക്ടീസ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ കാര്യങ്ങളും അതൊന്നും കൂടി സെറ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്കുകൾ കൂടി പറയാം. ആദ്യത്തെ ടെക്നിക്കാണ് മിറർ ടെക്നിക്ക്. മിറർ ടെക്നിക്ക് പറയുമ്പോൾ നമ്മള് കണ്ണാടിയുടെ മുന്നിൽ പോയിന്ന് നമ്മുടെ ഓരോ അപ്പിയറൻസും നമ്മുടെ വീക്ക്നെസ്സും നമുക്ക് തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഫേസ് അങ്ങനെയൊക്കെ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മുടെ മുഖം തന്നെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, ആ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു, ശരിക്കും നമ്മളെ വീടുകളിലൊക്കെ തന്നെ നമ്മളെക്കാൾ ഭംഗിയുള്ള ആളുകൾ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടാവാം. നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെങ്ങനെ കൂടുതലായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചിന്തയിൽ അങ്ങോട്ട് താഴ്ന്നു പോകാം. എപ്പോഴും ആ ഒരു സെൽഫ് ടോക്കിലേക്ക് വരാം. ഞാൻ ആ ഒരു അതിനൊക്കെ അല്ല, അത്രയ്ക്കും ഇല്ല എന്നുള്ള ഒരു സെൽഫ് ടോക്ക് വരാം. അത് മാറ്റിയെടുക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളെ നോക്കിക്കൊണ്ട് തന്നെ, മിററിൽ നോക്കിയിട്ട് നമ്മളെ കണ്ടുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക. അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുകയും ചെയ്യാം. നമ്മളോട് അങ്ങനെ സംസാരിക്കും. ഐ ലവ് യു. എനിക്ക് നല്ലോണം പറയാം. നമ്മൾ സ്നേഹിച്ചുകൊണ്ട് പറയാം, നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയാം, നല്ലോണം പറയാം ഐ ലവ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആദ്യം നമുക്ക് വലിയ ഫീലൊന്നും കിട്ടിയില്ലെങ്കിലും പിന്നീട് നമ്മൾ അതിലേക്കാവും. ഉം നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, എനിക്ക് എന്തോരം ഇഷ്ടമാണെന്ന് അറിയോ, നീ എന്റെ കൂടെയുള്ള സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അങ്ങനെ പറയാം നമുക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഒറ്റപ്പെടുമ്പോഴുള്ള ആ ലോൺലിനെസ് ഫീലൊക്കെ കുറയാൻ വളരെ ഹെൽപ്പ് ചെയ്യും. നീ എന്റെ കൂടെയുള്ള സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ അവർക്ക് എന്തോരം ഫീൽ ഉണ്ടാവും. നമ്മളോട് ഒരാൾ പറയാണ് എന്തോരം ഫീൽ ഉണ്ടാവും. ഇതൊരു സന്തോഷമായിരിക്കും അല്ലെ? ആ ഒരു ഫീല് നമുക്ക് തന്നെ നമ്മൾക്ക് കൊടുത്തൂടെ? അപ്പൊ അങ്ങനെ സംസാരിക്കും. നല്ല പോലെ നമ്മളെ കണ്ടുകൊണ്ട്, നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക. ഇതുവരെ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ല, ഇനിയെങ്കിലും നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഈ മിറർ ടെക്നിക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇനി അടുത്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മള്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ള കാര്യങ്ങളിൽ നന്ദിയുള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ അവയവങ്ങളെയും ഒക്കെ നോക്കിയിട്ട് താങ്ക് യു പറയണം. നമ്മുടെ കൈകളൊക്കെ നമുക്ക് വേണ്ടി എന്തോരം പ്രവർത്തനങ്ങളല്ലേ ചെയ്തിട്ടുള്ളത്. നമ്മൾ ജനിച്ച് ഇത്രയും കാലം വരെ എത്രത്തോളം നമ്മളെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ കൈയിനെയൊക്കെ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാം താങ്ക് യു. പറയാം, നമുക്ക് പറഞ്ഞൂടെ? ആരാ ഇതിനൊന്നും പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, നമുക്ക് പറയാം താങ്ക് യു എന്ന് പറയാം. അതുപോലെ നമ്മളെ നോക്കിയിട്ട് നമുക്ക് പറയാം. നമ്മളെ മിറർ ടെക്നിക്കലി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് എഴുതാം, ജേണലായിട്ട് എഴുതാം ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെ സ്വന്തത്തിന് നമ്മൾ ബേർത്തിയാണ്, നമ്മൾ ഇതിനൊക്കെ അർഹരാണ്. വെറുതെ നമ്മൾ എന്തോ പ്രാക്ടീസ് ചെയ്യാന്നുള്ള ടെക്നിക്ക് ഉപയോഗിക്കാന്നുള്ളത് മാത്രല്ല, നമ്മൾ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അർഹരാണ്. അപ്പോ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും, നമ്മുടെ ഭംഗി, നമ്മുടെ കഴിവ്, നമ്മുടെ ഉള്ളിലെ ഓരോ സ്ട്രെങ്ത്തിനും നമുക്ക് എന്താ പറയാ, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, നമ്മളോട് തന്നെ പറയാം. അതുപോലെ ഇനി നമുക്ക് ജേർണലിംഗ് ആണ്. ഈ ജേർണലിംഗ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 6 പില്ലേഴ്സിനെയും തിരിച്ചറിയാനും ഉപയോഗിക്കാനും ഒക്കെ ജേർണലിംഗ് പറ്റും. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൈറ്റ്, അത്രേ ഉള്ളൂ. നമുക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതിനെക്കുറിച്ചൊക്കെ എഴുതാം. നമ്മളെ സ്ട്രെങ്ത് അറിയാൻ നമുക്ക് എഴുതാം. നേരത്തെ പറഞ്ഞു ഞാൻ, ഇഷ്ടങ്ങൾ ചോദിച്ചാൽ നമുക്ക് അറിയാം, പറയാൻ പറ്റൂല. വിഷ് ലിസ്റ്റ് ഉണ്ടാക്കാം. ഇതൊക്കെയാണ് എന്റെ ഇഷ്ടങ്ങൾ, എഴുതി നോക്കാം. ആദ്യം തുടക്കത്തിലൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത്രേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ എന്നൊക്കെ തോന്നും. ഇരുന്ന് നോക്കണം, എഴുതിയാൽ മതിയാവില്ല. എത്രത്തോളം ഇഷ്ടങ്ങളാ അറിയോ നമ്മുടെ മനസ്സിലുള്ളത്. നമ്മൾ എന്തെല്ലാം ആഗ്രഹങ്ങളാണെന്നറിയോ കൂട്ടി വെച്ചിട്ടുള്ളത്. എഴുതി തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുക. അതുപോലെ നമ്മളെ സങ്കടങ്ങളും നമുക്ക് എഴുതാം. നമ്മളെ സങ്കടങ്ങൾ എഴുതിയിട്ട് നമ്മളോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ട് നമുക്ക് forgive ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ജേണൽ ഒരു നല്ലൊരു മരുന്നാണ്. അപ്പൊ നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ
ഏറ്റവും നല്ലൊരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ്, നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മളെ ബ്രീത്തിൽ മാത്രം ശ്രദ്ധിക്കുകയാണ്, നമ്മളെ മാത്രം ശ്രദ്ധിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ആ ലോൺലിനെസിന്റെ ഫീലിംഗ് ഏറ്റവും കൂടുതൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ. നമ്മളിൽ അലിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. നമ്മൾ നമ്മളെ അറിഞ്ഞ് ശ്വാസം എടുക്കുക, അറിഞ്ഞ് ആ മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തുക, ഫ്രീ ആയിട്ടിരിക്കുക, നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരുന്ന് ജസ്റ്റ് ബ്രീത്തിൽ ശ്രദ്ധിക്കുക. അതും മെഡിറ്റേഷൻ ആണ്. ഒരുപാട് തരത്തിലുള്ള മെഡിറ്റേഷനുകൾ ഉണ്ട്. ജസ്റ്റ് ബ്രീത്തിൽ ശ്രദ്ധിക്കുന്നത് മെഡിറ്റേഷൻ. ഓക്കെ, ഹലോ, കഴിഞ്ഞു കേട്ടോ. ഉള്ളൂ നമ്മള്. അപ്പോ അങ്ങനെ നമുക്ക് 5 ടെക്നിക്കുകൾ പറഞ്ഞു. മിറർ ടെക്നിക്ക്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലാതെയുള്ള ജേർണലിംഗ്, മെഡിറ്റേഷന്, പിന്നെ നമ്മളെ സെൽഫ് ടോക്ക്. അതും സെൽഫ് ടോക്കിൽ രണ്ടിലും വരുന്നുണ്ട് കേട്ടോ. അഫർമേഷൻ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് ടെക്നിക്കായിട്ടും വരുന്നുണ്ട്, പില്ലേഴ്സ് ആയിട്ടും വരുന്നുണ്ട്. 6 പില്ലേഴ്സ് പറഞ്ഞു, 5 ടെക്നിക്കുകൾ പറഞ്ഞു. അപ്പോ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ട്, ഒരു 5 മിനിറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ബാക്കി സമയം നമുക്ക് ഗ്രൂപ്പിൽ സംശയങ്ങൾ. സെൽമ പി ഹാൻഡ് റൈസ് ചെയ്തിട്ട് സംസാരിക്കാൻ മ്യൂട്ട് ചെയ്യേണ്ടി വരില്ലേ? നിങ്ങൾക്ക് മ്യൂട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല? അറിയാതെ ഹാൻഡ് റൈസ് ആയതാണോ? ഞാൻ അങ്ങോട്ട് അൺമ്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. കാണുന്നുണ്ടോ? ഹലോ, ഓക്കെ. ചാറ്റിൽ എന്താ പറയുന്നുണ്ടോ അവര്? ചാറ്റില് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് വേറെ എന്തായാലും നല്ലൊരു ക്ലാസ് തന്നെയാണ്. രാഹിലാണ് പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോ സൽമ അറിയാതെ ഹാൻഡ് റൈസ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. കാരണം അവര് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ. സെൽഫ് ലവിനെ കുറിച്ച് നല്ലൊരു ക്ലാസ് ആണ് ശബാന മാം തന്നത്. പിന്നെ കുറഞ്ഞ സമയം കൂടെ ബാക്കി ഉണ്ടായ സമയം ഡൗട്ട് ക്ലിയറൻസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബാക്കി ഡൗട്ട്സുകളോ നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ഡിസ്കഷൻ ഗ്രൂപ്പ് യൂസ് ചെയ്യാം. നമ്മുടെ ഇന്ററാക്ഷന്റെ ഇടയിലും നമ്മൾ ഡിസ്കഷനിലെ ആ ഒരു ടൈമിനാണ് നമ്മുടെ അറിവുകൾ പരസ്പരം കൈമാറുന്നത്. അപ്പൊ ആരും മിണ്ടാതിരിക്കരുത്. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ചോദിക്കുക. നമ്മളെ അഭിപ്രായത്തിനോട് നിങ്ങൾ 100% യോജിക്കണം എന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് പറയണം. ഉണ്ടെങ്കിൽ ജസ്റ്റ് സംസാരിച്ചു നോക്കൂ. എല്ലാവർക്കും സംസാരിക്കാൻ പറ്റാത്ത തന്നെ ആണോ പ്രശ്നം? കുഴപ്പമില്ലല്ലോ. ബാക്കി അൺമ്യൂട്ട് ചെയ്താൽ സംസാരിക്കാൻ പറ്റുന്നതാണല്ലോ. ഹാൻഡ് റൈസ് ചെയ്തു പോയത് അറിയാതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ മനോഹരമായ ഒരു സെഷൻ നമുക്ക് വേണ്ടി തന്ന മാമിന് ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിക്കുകയാണ്. രാഹുല വീഡിയോന്റെ മുന്നിൽ വരാത്ത നമ്മളോടാണോ സംസാരിക്കുന്നത്? റെക്കോർഡ് ഒഴിവാക്കാം കേട്ടോ. ഞാൻ വെച്ചോ അവര് പറഞ്ഞ ഞാൻ